കണ്ടീഷനിലുള്ള എർത്താണ്, വായുമണ്ഡലവും സകലതും. അന്ന് ഇതിനെല്ലാം ഒരു മാറ്റം വരും. മറ്റൊരു ഭാഗത്ത് നമ്മൾ അതേക്കുറിച്ച് അല്പം കൂടി ചിന്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ ഭരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മശീഹായുടെ ഭരണത്തിൻ്റെ ശ്രേഷ്ഠതകൾ, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയുടെ സഹസ്രാബ്ദ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോക ഭരണകൂടങ്ങൾക്കൊന്നും കാഴ്ചവെക്കുവാൻ കഴിയാത്ത സമുന്നതമായ ശ്രേഷ്ഠമായ ദൈവാധിപത്യത്തിൻ്റെ അനവധി പ്രത്യേകതകൾ ആ ഭരണകാലത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകും. ഒന്നാമത് നമ്മൾ പറഞ്ഞത് സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനപൂർണ്ണമായ ഒരു ഭരണകാലമായിരിക്കും, എല്ലായിടത്തും സമാധാനം ഉണ്ടാകും. രണ്ടാമത്, ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് നീതിയുള്ള ഒരു ഭരണമായിരിക്കും. നീതിയുള്ള ഭരണം. ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 7-ാം വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം, അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. അപ്പം ന്യായത്തോടും നീതിയോടും കൂടി ഒരു ഭരണം, നീതിയുള്ള ഒരു ഭരണം, അതാണ് യേശുക്രിസ്തുവിൻ്റെ ഭരണം. ലോകചരിത്രത്തിൽ ഒരു ഭരണാധികാരികൾക്കും സകല ജനത്തിനും നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേ പേർക്ക് നീതി കിട്ടുമ്പോൾ കുറേ പേർക്ക് നീതി നിഷേധിക്കും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ പരിമിതി അതിനകത്തുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് ഒരാളും കംപ്ലൈൻറ്റ് പറയത്തില്ല, എൻ്റെ കാര്യം അല്ലെ എനിക്ക് നീതി കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല, ഞാൻ അർഹിച്ചതുപോലുള്ള ആ ന്യായം എനിക്ക് സാധിച്ചു കിട്ടിയില്ല എന്ന് ഒരാളും പറയത്തില്ല. പറയാനിടയാതെ കൊണ്ടും നീതിയോടുകൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്ന കാലയളവായിരിക്കും അത്. 11-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് തന്നെ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ വായിച്ചു. യെശയ്യാവ് 11:5. കേട്ടോ, നീതി അവൻ്റെ നടുക്കെട്ടായിരിക്കും, വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ആരുടെ? അന്ന് ലോകം ഭരിക്കുന്ന ഭരണാധികാരിയായ നമ്മുടെ കർത്താവിൻ്റെ. ഓർക്കുക, ദൈവം എന്നുള്ള നിലയിലല്ല കർത്താവ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയെ ഭരിക്കുന്നത്. മനുഷ്യനെന്നുള്ള നിലയിലാണ്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വരുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ, മനുഷ്യപ്രതിനിധി. അതായത് നമ്മൾ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം ആദാമിനെയാണ് ഭൂമിയിലെ ഭരണം ഏൽപ്പിച്ചത്. സകല ജീവജാലങ്ങളുടെ മേലും വാണരുളുവാനുള്ള അധികാരം ആദാമിന് കൊടുത്തതാണ്. പാപമുഖാന്തരം അത് ആദാമിന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആദാമിന് നഷ്ടപ്പെട്ട പദവി ആദാമിനെ പോലെ ഒരു മനുഷ്യന് സാധ്യമാണ്, അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി കൂടെയാണ് മനുഷ്യപുത്രനായിട്ട് തന്നെ കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുന്നത്. ദൈവം എന്നുള്ള നിലയിൽ തനിക്കത് ചെയ്യാൻ അസാധ്യമൊന്നുമില്ല, കാരണം ദൈവം സർവശക്തനാണല്ലോ. എന്നാൽ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതാപത്തിലല്ല, മനുഷ്യത്വത്തിൽ പോലും സാധ്യമായ കാര്യങ്ങൾ മാത്രമേ മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ആദം പാപം ചെയ്യാതെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭൂമി എന്തായിരുന്നേനെ, അല്ലേ? മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരുന്നേനെ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവായിരുന്നേനെ. ആ നഷ്ടപ്പെട്ട കാലയളവിൻ്റെ പുനരാവിഷ്കരണം, ഒരു വീണ്ടെടുക്കൽ, ഒരു തിരിച്ചെടുക്കലാണ് 1000 വർഷത്തേക്കുള്ള കർത്താവിൻ്റെ ഈ ഭരണം. ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ലോകത്തിലെ സ്ഥായിയായ സ്ഥിരമായ ഒരു ഭരണമല്ല. അത് എപ്പോഴും മനസ്സിലിരിക്കണം. നമ്മൾ ഇതേക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്ത് അതിലങ്ങ് ആസക്തരാകണ്ട. നമുക്കതിൽ പങ്കുണ്ട്, നല്ലതാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. പിന്നെന്താ? അത് ഞാനിവിടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്തോ, നമ്മുടെ ഭാവി പ്രതീക്ഷ എന്താ? പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം. നമ്മൾ കാത്തിരിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. മഹാപീഡനമോ സഹസ്രാബ്ദ വാഴ്ചയോ ഒന്നുമല്ല നമ്മുടെ മുഖ്യ വിഷയം. മധ്യാകാശത്തിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള വസ്തുതയാണ്. അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയുടെ മനോഹരതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങ് താമസിച്ചാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവും അന്ന്. പക്ഷെ അതല്ല നമ്മുടെ അന്തിമ ലക്ഷ്യം. പത്രോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏതാ? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. അത് നമ്മൾ കാണുന്നത് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് അന്ത്യന്യായവിധിയും കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതൊരു സമ്പൂർണ്ണ യുഗമാണ്. അന്ന് പാപമില്ലാത്ത കാലമാണ്, രോഗമില്ല, മരണമൊന്നും ഇല്ലാത്ത കാലമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഇതൊക്കെ അല്പാൽപമായിട്ടുണ്ടാവും. സമ്പൂർണ്ണ യുഗമെന്ന് പറയാനൊക്കത്തില്ല. എന്നാൽ പുതിയ ആകാശഭൂമിയിൽ വെളിപ്പെടുന്ന സമ്പൂർണ്ണ യുഗത്തിൽ പാപത്തിൻ്റെ അംശവും മാലിന്യവും ഇല്ലാത്ത ഒരു കാലയളവായിരിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കടൽപ്പുറത്തെ മണൽ പോലെ സാത്താൻ ഒരു കൂട്ടം ജനത്തെ ശേഖരിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ പാളയത്തെയും വിശുദ്ധ നഗരത്തെയും വളയുമെന്ന് വായിക്കുന്നുണ്ട്. ആകാശത്തിന് തീയിറങ്ങി അവരെ ദഹിപ്പിക്കും. സാത്താൻ ഈ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് 1000 വർഷം വഴക്കുണ്ടാക്കാതിരിക്കുന്നു. എന്നാൽ അവസരം കൊടുത്താൽ വഴക്കുണ്ടാക്കും. 2 കാര്യങ്ങളാണ് അവിടെ തെളിയുന്നത്. സാത്താൻ്റെയും മനുഷ്യൻ്റെയും മനോഭാവം എങ്ങനെയുള്ളതാണ്.
ദൈവം എത്ര അനുകൂലമായ നല്ല സാഹചര്യങ്ങളൊക്കെ കൊടുത്താലും ചില ആളുകൾ എന്ത് ചെയ്യത്തില്ല, മാനസാന്തരപ്പെടുകയില്ല, നന്നാകത്തില്ല. അവസരം കിട്ടാത്തതുകൊണ്ടല്ല. ചിലർ അയ്യോ അവർക്കൊന്നും ചാൻസ് ഒന്നും കിട്ടിയില്ലല്ലോ, അവരോടൊന്നും പറഞ്ഞില്ലല്ലോ, നമുക്ക് കിട്ടിയ പോലെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ഒക്കെ തോന്നും. എന്നാൽ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ എല്ലാ മനുഷ്യർക്കും മതിയായ അവസരങ്ങളൊക്കെ നൽകുന്നുണ്ട്. എത്ര അവസരം കിട്ടിയാലും ഈ മത്സരികളായ മനുഷ്യന്മാർ ഒരു കൂട്ടം, എല്ലാവരുമല്ല, അവർ മനം തിരികയില്ല, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയില്ല, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരികയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് 1000 വർഷം കഴിയുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ദൈവത്തിനെതിരെ മത്സരത്തിനായിട്ട് തയ്യാറാകുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ മത്സരിക്കേണ്ടത്? ഈ 1000 വർഷം എന്തോത്തിൻ്റെ കുറവായിരുന്നു, എന്ത് പ്രശ്നമായിരുന്നുണ്ടായിരുന്നു? ഇത്ര നല്ല ഒരു സുവർണ്ണ യുഗം കിട്ടിയാലും മനുഷ്യ സ്വഭാവത്തിന് മാറ്റമൊന്നും വരത്തില്ല. പാപം തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. അതുപോലെ തന്നെ പിശാചിനെ ഇത്രയും കാലം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിരിക്കുക. 1000 വർഷത്തേക്ക് മാത്രമേ അവന് ഇന്ന് അനുവദിക്കാതിരിക്കുന്നുള്ളൂ. 1000 വർഷം കഴിഞ്ഞ് പിന്നെയും തുറന്നു വിട്ടാലോ? അഗാധകൂപത്തിലെ അവിടുത്തെ സ്ഥിതിയൊക്കെ അനുഭവിച്ചിട്ട് അങ്ങോട്ട് വരുന്നു. എന്നിട്ടും പുള്ളിക്ക് ഒരു മാനസാന്തരമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അവസരം കൊടുക്കാഞ്ഞല്ല, എത്ര അവസരം കൊടുത്താലും നന്നാകത്തില്ല, അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ദൈവത്തിനെ തെളിയിക്കേണ്ടതും വെളിപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. നമ്മുടെ വിഷയത്തിലല്ലോ, നമുക്ക് മടങ്ങി വരാം. പത്രോസ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഉറപ്പിക്കാൻ വന്നത് ഇടയ്ക്ക്. 1000 ആണ്ട് വാഴ്ചയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്, അല്ലെങ്കിൽ 1000 വർഷത്തേക്കേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം അതല്ല. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിത്യത, ഇറ്റേണിറ്റി, അതാണ് നമ്മുടെ ലക്ഷ്യം. നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനിപ്പുറമുള്ളതെല്ലാം ടെമ്പററി മക്കളെ, അതിനിപ്പുറമുള്ളതെല്ലാം കാലപരിധിയുണ്ട്. നിത്യതയിലേക്ക് എന്നാൽ കാലമില്ല. നിത്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവർ ലാസ്റ്റിംഗ് എന്ന, അവസാനമില്ലാത്തതെന്ന്, ഒരിക്കലും അവസാനിക്കാത്തതെന്നാണ് നിത്യത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്തത് വേണോ, 1000 വർഷത്തേക്കുള്ള വേണോ, 7 വർഷത്തേക്കുള്ള വേണോ, 100 വർഷത്തേക്കുള്ള, ഏത് ചോയ്സ് ചെയ്യും? ഒരിക്കലും അവസാനിക്കാത്ത നിത്യത തന്നെ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കാത്തിരിക്കണം, ഒരുങ്ങണം എന്നാണ് പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യം എല്ലായ്പ്പോഴും മനസ്സിലിരുന്നോണം. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നീതിയുള്ള ഭരണത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, വർഗ്ഗങ്ങൾക്കും, ജാതികൾക്കും നീതി കിട്ടുന്ന കാലഘട്ടമായിരിക്കും. ഇന്ന് സുപ്രീം കോടതി പോലും പലപ്പോഴും നീതി കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ട്. കൈക്കൂലി മേടിച്ചൊക്കെ ന്യായം മറിച്ചുകൾ എന്ന സംഭവങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞ ഉമ്മയിൽ അനീതിയുള്ള ന്യായാധിപൻ എന്നാണ് പേര്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ എന്നാ? ന്യായം സ്ഥാപിച്ച് അത് നീതി നടത്തി കൊടുക്കേണ്ട ആളെന്നാണ് അല്ലേ? പക്ഷേ അതിനടിയിൽ ആദ്യം ഒരു വാചകം കൂടെ സപ്പോർട്ടായിട്ട് പറഞ്ഞു. ഏതാ? അനീതിയുള്ള. അതാ ലോകം. സമ്പൂർണ്ണ നീതി ദൈവം മനുഷ്യനായി ഭൂമിയെ ഭരിക്കുന്ന ആ കാലങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ നീതിയുള്ള ന്യായാധിപനായ നീതിമാനായ നമ്മുടെ കർത്താവ് ഭരിക്കും. അതേക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മതി. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. ഭാവികാല പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, വരാൻ പോകുകയാണ്. നീതിയോടെ വാഴുന്ന ഒരു രാജാവ്. ഏതായിരിക്കും ആ രാജാവ്? തീർച്ചയായിട്ടും മശിഹ രാജാവ് തന്നെയാണ്. യഹൂദ പശ്ചാത്തലത്തിലാണ് ഈ ഭരണത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. യഹൂദ ഭാഷയിൽ മശിഹ വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് സെയിം. അപ്പോൾ ആ കോണ്ടക്സ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ നീതിയോടെ വാഴുന്ന രാജാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹൂദരുടെ മശിഹ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൻ്റെ ചക്രവർത്തിയായി രാജാവായി ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ അവിടുന്ന് നീതിയോടെ വാഴുവെന്ന് മാത്രമല്ല, അടുത്ത വാചകത്തിൽ എന്നാ പറഞ്ഞേക്കുന്നത്? അവൻ്റെ പ്രഭുക്കന്മാർ. ആരാ അത്? മുമ്പൊരു ക്ലാസ് ഞാൻ സൂചിപ്പിച്ച, അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ അധികാരം കിട്ടുന്ന വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുണ്ടല്ലോ, അവരും ഈ കൂട്ടത്തിൽ വരും. ആ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ വരും. അവരും എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നത്? ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യും, ഇല്ലയോ? അത് അധികാരം നടത്തും. എങ്ങനെയാ? ന്യായത്തോടെ അല്ലേ? അതോ ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്താന്നോ? ഇത് നമ്മുടെ കണ്ണാട്ടുമോടി സഭക്കാരാണ്, അതുകൊണ്ട് ഇച്ചിരി കണ്ണെടുത്തേക്കാവും, ന്യായം മറയ്ക്കുമോ? നമുക്കെല്ലാം അറിയാവുന്നവരല്ലേ. അപ്പോൾ എങ്ങനെ? ഇല്ല, അറിയാവുന്നവരാണെങ്കിലും അറിയത്തില്ലെങ്കിലും അന്നത്തെ പൊളിറ്റിക്കൽ റൂളിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഭരണകൂടത്തെക്കുറിച്ച് പിന്നീട് ഒരു ക്ലാസ് നമ്മൾ ചിന്തിക്കും. 1000 ആണ്ട് വാഴ്ചയിലെ ഭരണകൂടം, അത് കർത്താവാണ് സർവാധികാരി. ഭരണമെങ്കിലും കർത്താവിൻ്റെ കീഴിൽ ധാരാളം ഡിവിഷനുകളായിട്ട് ഭരണങ്ങളുണ്ട്. യെരുശലേമിലെ യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേക ഭരണാധികാരികളുണ്ട്. അതുപോലെ ഭൂലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലും ദേശങ്ങളിലും ജനവാസ മേഖലകളിലെല്ലാം പ്രത്യേകം ഭരണാധികാരികളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് നമുക്ക് വല്ലതും അവസരം കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അത് മുഴുവൻ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ എങ്ങനെയാ? പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതാണ് താലന്തുകളൊക്കെ വ്യാപാരം ചെയ്തവരെ കുറിച്ച്. അവരെത്ര നേടിയോ അതിനനുസരിച്ചുള്ള പദവിയാണ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് നേടി നമ്മുടെ ഈ ജീവിതം കൊണ്ട്?
നമ്മുടെ ശുശ്രൂഷ കൊണ്ട് നമുക്ക് കർത്താവ് തന്ന രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അതിന് പുറത്തേക്ക് അങ്ങ് പോകട്ടെ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെല്ലാം ഫലം കായ്ച്ചു, പ്രയോജനം ഉണ്ടാക്കി, എത്ര പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്നു, സഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായി, സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി, വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും എല്ലാവർക്കും. നമ്മൾക്കൊരു ജീവിതം തന്നിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്, ഫലപ്രദമായിട്ട് കർത്താവിനെ സേവിക്കാനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവിടെ റാങ്ക് കിട്ടാൻ പോകുന്നത്. വില്ലേജ് ഓഫീസറാണോ, ജില്ലാ കളക്ടറാണോ, തഹസീൽദാറാണോ, ഏതാണെന്നൊന്നും ഇപ്പോൾ പറയാൻ ഒക്കില്ല. നമ്മൾ ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാവി പ്രതിഫലങ്ങൾ. ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അവൻ്റെ പ്രഭുക്കന്മാർ അവർ ന്യായത്തോടെ അധികാരം നടത്തും, അവരും വിട്ടുവീഴ്ചയൊന്നും കാണിക്കത്തില്ല, മോക്ഷം കാണിക്കത്തില്ല. ഇന്ന് നമ്മുടെ സഭാന്തരീക്ഷത്തിലും മറ്റ് ആത്മീയ മണ്ഡലത്തിലും ഇത് സംഭവിച്ചിരുന്നത് എത്ര നല്ലതായിരുന്നില്ലയോ? ചിലർക്കൊക്കെ മനസ്സിലുണ്ട് ന്യായവും നീതിയൊക്കെ നടത്തണമെന്ന്. പക്ഷേ ന്യായവും നീതിയൊക്കെ നടത്താൻ പോയാൽ പിന്നെ ആ സ്ഥാനത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, പ്രശ്നമുണ്ടാക്കും. പണവും സ്വാധീനവും ഉള്ളവരും കൈക്കരുത്തുള്ളവരും കുടുംബബലമുള്ളവരും ആൾബലമുള്ളവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും, കക്ഷി വഴക്കുകളായിട്ട് മാറും. അപ്പം ന്യായം നടത്താൻ വലിയ പ്രയാസമാണ്. നടത്തിപ്പുകാർക്കറിയാം അതിൻ്റെ പ്രയാസം. അങ്ങനെ നടന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ മാത്രമേ ആത്മീയാർത്ഥത്തിൽ നീതിയോടും ന്യായത്തോടും പ്രവർത്തിക്കാൻ നമുക്കും കഴിയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് രാജാവായി വാഴേണ്ടതിന് പകരം നമ്മൾ തന്നെയാണ് രാജാവായിട്ട് വാഴുന്നതെങ്കിൽ നമ്മളും കണ്ണടയ്ക്കും, മുഖപക്ഷം കാണിക്കും, അനീതി നടത്തും. പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് അനേക വേദഭാഗങ്ങളിൽ മുഖപക്ഷത്തിനെതിരെ ശക്തമായി മുന്നറിയിപ്പ് തരുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, മറ്റു വാക്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നീതിയുള്ള മഹാരാജാവല്ല നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്, അനീതിയുള്ള നമ്മുടെ ജഡമാണ് വാഴുന്നത്. അതുകൊണ്ടാണ് അത് നമുക്ക് തിരിച്ചറിഞ്ഞ് തിരുത്തുവാനായിട്ടിടയാകണം. അപ്പോൾ ഈ രാജാവ് മാത്രമല്ല, ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാരും ന്യായത്തോടെ അധികാരം നടത്തും. നമുക്ക് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഈ ഭൂമിയിലെ ജീവിതത്തിലും നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ എടുക്കപ്പെടുകയോ അല്ലെങ്കിൽ മരണത്താൽ നമ്മൾ മാറ്റപ്പെടുകയോ വരെ ചെയ്യുന്ന അതുവരെയുള്ള കാലത്തും നമുക്ക് നീതിയോടും ന്യായത്തോടും ഒക്കെ നിൽക്കാം. ഒരുപക്ഷേ നമ്മളെ തിരസ്കരിച്ചു എന്ന് വരും, നമുക്ക് സ്ഥാനവും പദവിയൊന്നും കിട്ടിയില്ല, ശുശ്രൂഷയൊന്നും കിട്ടിയില്ലെന്ന് വരും, അല്ലെങ്കിൽ ആരും പരിഗണിച്ചില്ലെന്ന് വരും. വേണ്ട, കർത്താവ് നമ്മളെ പരിഗണിക്കുന്ന മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കുക. നമ്മളെ കർത്താവ് രക്ഷിച്ചില്ല, അതുപോലെ അതിൽ കൂടുതൽ നമുക്ക് എന്തോ വേണം? പിന്നെ ബാക്കി സ്ഥാനവും മാനവും പദവിയൊന്നും നമുക്ക് വേണ്ടാന്നേ. അതൊക്കെ വെടിഞ്ഞ് കർത്താവിനെ നന്ദിയോടെ സ്നേഹിക്കാം, ആരാധിക്കാം, ശുശ്രൂഷിക്കാം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മളെ കഴിയുന്നത് എന്താണോ അത് ചെയ്യാം. നമ്മൾ ഒരു സാധുവായ സ്ത്രീയെ കർത്താവിന് വേണ്ടി ദേവാലയത്തിൽ കാണിക്കയിട്ട കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയുണ്ടല്ലോ, അതിലെന്താ പറഞ്ഞേക്കുന്ന ഒരു വാചകം, വാക്യം വായിക്കണ്ട, അങ്ങ് അറിയാമെങ്കിൽ പറഞ്ഞേ. ആ സ്ത്രീയെ ഭണ്ഡാരത്തിലേക്ക് കാണിക്കയിട്ടപ്പോൾ എന്തോ ഇട്ടു, അത് ശരിയാ. ആ വാചകമുണ്ട്, അതുകൂടാതെ ഒരു വാക്കുകളുണ്ട്. അതും ശരിയാ, അതെല്ലാം ഇതിനകത്ത് വരും. മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട്, അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അറിയാമോ? അതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് അവളുടെ മാക്സിമം എത്ര മോസ്റ്റ് അധികമായി ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നല്ല പറയുന്നത്. ഇട്ട എമൗണ്ടിൻ്റെ വലിപ്പമല്ല, അത് നിസ്സാരമാണ്, ചെറുതാണ്. പക്ഷേ എമൗണ്ടിനേക്കാൾ പ്രാധാന്യം അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു എന്നാണ്. അത് സ്ത്രീലിംഗ പ്രയോഗം സ്ത്രീയുടെ കാര്യമായതുകൊണ്ട് ഞാൻ സഹോദരിമാരോടുകൂടി പറയാം, സഹോദരിമാരോട് മാത്രമല്ല സഹോദരിമാരും കൂടി പറയാം, നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ കാലം, ഭൂതകാലം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. വേണ്ട പോട്ടെ, വർത്തമാനകാലം ഇപ്പം എന്തോ ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട് മാക്സിമം. തന്നാലാവത് ചെയ്തു എന്നാണ് വായിക്കുക. അത്രയും ചെയ്യുന്നുണ്ടോ? എന്നോടൊന്നും പറയാൻ കേട്ടോ, ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം. നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്താൽ മതി. ഒരാളും എന്നോട് റെസ്പോണ്ട് ചെയ്യേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തന്നാലാവത് ചെയ്തു. നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നേ? നമ്മളെ കഴിയുന്ന അല്ലേ? അതിൻ്റെ കപ്പാസിറ്റി ആരാ തീരുമാനിക്കുന്നേ? സഭയാണോ തീരുമാനിക്കുന്നത്? അല്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് അതിനൊരു വില്ലിങ് മൈൻഡ്, ഒരു സമർപ്പണ ഹൃദയം, ദൈവമുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ കർത്താവ് ഇല്ലാത്ത കൃപയും കൂടെ തരും, പ്രാപ്തി തരും. ചിലപ്പോൾ വിചാരിക്കുമോ എനിക്ക് ആരോഗ്യമൊന്നുമില്ല, വയ്യ, എനിക്ക് തന്നെ അടക്കാൻ വയ്യ, ദേഹത്ത് തന്നെ അത് ചെയ്താൽ. ചിലപ്പോൾ വിചാരിക്കും എൻ്റെ കാശൊന്നുമില്ല, എനിക്ക് ക്ഷീണമാണ്, അങ്ങനെ രോഗമാണ്. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വില്ലിങ് മൈൻഡ്, മനോഭാവം, അല്ലെങ്കിൽ ചെയ്യണം, കർത്താവിന് വേണ്ടി ചെയ്യണം, പ്രവർത്തിക്കണമെന്നുള്ള ആ നല്ല കാഴ്ചപ്പാട്, ആ താല്പര്യം, അതിന് പറയാൻ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല, അത്രയും ഗൗരവമേറിയ വിഷയം. അതുണ്ടെങ്കിൽ ബാക്കി ദൈവം ചെയ്യും. താൻ പാതി ദൈവം പാതി എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ബൈബിളിലെ വാക്യമല്ല, എന്നാലും സന്ദർഭവശാൽ അങ്ങ് പറയുക. ഇതിനോട് യോജിക്കുന്നുണ്ട്.
നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് ബാക്കി തരും. ഇത് സഹോദരിമാരോട് മാത്രം പറഞ്ഞതല്ല, അവൾ തന്നെ അലാവ് ചെയ്യുന്ന വാക്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സഹോദരന്മാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. നമ്മളത് കഴിയുന്നത് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ദൈവമുമ്പായ കുറവുള്ളവർ തന്നെയാണ്. കഴിയാത്ത ആ ഒരു കാര്യം നമ്മളോട് ദൈവം ആവശ്യപ്പെടത്തില്ല. അപ്പോൾ കഴിയുമായിട്ടും ചെയ്യാതിരുന്നാൽ അതിനെ എന്തുവാ വിളിക്കേണ്ടിയേ? കഴിവുകേടെന്നാണോ വിളിക്കേണ്ടിയേ? അല്ല, അതിനെ മടിയെന്നോ ഉദാസീനതയെന്നോ ഉഴപ്പെന്നോ ഉത്തരവാദിത്തമില്ലായ്മയെന്നൊക്കെ അല്ലേ പറയണ്ടേ? വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആകാതിരിക്കാൻ ശ്രമിക്കാം. കർത്താവ് ഇനി നമുക്ക് അധികം കാലമൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എൻ്റെ ഈ തലമുറയെ എൻ്റെ ജീവിതകാലത്ത് കർത്താവ് നേരിട്ട് വന്ന് മധ്യാകാശത്തിലേക്ക് ചേർക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അല്ല ഒരു 10 തലമുറയും കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ വരവിനോട് നമ്മൾ വളരെ സമീപത്തിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ അന്ത്യകാല തലമുറയായിരിക്കാം നമ്മൾ, അല്ല എന്ന് വരാം. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ദൗത്യം ഏതാ? നമ്മളെ കർത്താവ് രക്ഷിച്ച് ഓരോരോ ദേശങ്ങളിൽ സഭകളിൽ ആക്കി വച്ചിരിക്കുന്നത് നമ്മളാലാവുന്നത് കർത്താവിന് വേണ്ടി ചെയ്യാനാണ്. മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കാലത്തും ഇനി വരാനിരിക്കുന്ന കാലത്തും നീതിയോടെ ഭരിക്കുന്ന രാജാവിൻ്റെ ഭരണകാലത്ത് നീതിമാന്മാരായ, നീതി നടത്തുന്ന, ന്യായം നടത്തുന്ന ഭരണാധികാരികളായ ദൈവജനം ഉയർത്തപ്പെടും. അന്ന് നമുക്കതൊക്കെ നന്നായിട്ട് ചെയ്യണേ. ഇപ്പോഴേ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടായോ? അതിനുള്ള സമയമാണ് ഈ വിശ്വാസ ജീവിതം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് വായിക്കാം. ആ കാലത്ത് നീതിയോടെ ഭരിക്കുന്ന രാജാവിൻ്റെ ആ ഭരണകാലത്ത് ഭരണകേന്ദ്രങ്ങളിൽ മാത്രമല്ല ദേശത്ത് മുഴുവൻ നീതി നടക്കും. 32-ാം അധ്യായം യെശയ്യാവ് 32-ന്റെ 16-ാമത്തെ വാക്യങ്ങൾ വായിച്ച്. മുപ്പത്തിരണ്ടിൻ്റെ 16 വാക്യം വേറെയാ. വായിച്ചോ. സമാധാനവും ആയിരിക്കും. അപ്പോൾ 32-ന്റെ 16 നമ്മൾ വായിക്കുന്ന, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ വിജനപ്രദേശങ്ങളാണ്, മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത അങ്ങനത്തെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലുള്ളിടത്ത് പോലും നീതി ന്യായവും ലഭ്യമാകും. കുഗ്രാമത്തിലും ആരും അറിയാത്തിടത്തും ജനശ്രദ്ധ കിട്ടാത്തിടത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചില തിരിമറി നടക്കുമെന്നല്ല, സർവ്വഭൂമിയിലും എല്ലാ പ്രദേശങ്ങളിലും നീതി ന്യായവും ഒരുപോലെ സ്ഥാപിതമാകുന്ന ഒരു കാലയളവായിരിക്കും. കാരണം ഭരിക്കുന്നതാരാ? നീതിമാനായ ദൈവമാണ്. ആ നീതിമാനായ ദൈവത്തിൻ്റെ നീതിബോധത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ ഗവൺമെൻറ്റും ഡിവൈൻ ഗവൺമെൻറ്റും ചേർന്ന് പ്രവർത്തിക്കും. അതിൻ്റെ പ്രതിക്രിയ എന്താ? 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയയും ആയിരിക്കും. തുടർന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യം 18, എൻ്റെ ജനം സമാധാന നിവാസങ്ങളിൽ നിർഭയ വസതികളിലും സൗകര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എങ്ങനെയുണ്ട്? അതാണ് യുദ്ധങ്ങളില്ലാത്ത, സമരങ്ങളില്ലാത്ത, കലാപമില്ലാത്ത, ഹർത്താലില്ലാത്ത, വഴി തടയാത്ത ഒരു കാലം. സൗകര്യമായും സമാധാനമായിട്ടും പാർക്കാം. ഇന്ന് അങ്ങനെ വല്ലതും പറ്റുമോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതായാലും ഒരു വഴിക്ക് അർജൻറ്റ് പോകുകയാണെങ്കിൽ എപ്പോഴാണ് ഹർത്താൽ വരുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് വഴി തടയുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് ബ്ലോക്ക് ആകുന്നതെന്ന് അറിയത്തില്ല. ഏത് നിമിഷവും മനുഷ്യ ജീവിതത്തെ നിശ്ചലമാക്കുന്ന, തടസ്സപ്പെടുത്തുന്ന സാത്താന്യ പ്രവൃത്തികൾ രാഷ്ട്രീയ പാർട്ടികളിലൂടെയും മതസംഘടനകളിലൂടെയും ലോകത്ത് നടക്കുക. ലോകത്തിന് ഏറ്റവും ആപത്തായ 2 പ്രസ്ഥാനങ്ങളാണ് തെറ്റിപ്പോയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും. മതവികാരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വികാരമാണ്. എന്തെല്ലാം ഗുലുമാലുകളും നാശങ്ങളും ദോഷങ്ങളുമാണ് ചെയ്തു വയ്ക്കുന്നത്. ആരുടെ പേരിലാണ്? ദൈവത്തിൻ്റെ പേരിൽ. നീതിമാനായ ദൈവം ഇതിനൊക്കെ കൂട്ടു നിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് അനീതിയുള്ള ഈ വ്യവസ്ഥിതികളെ മാറ്റുവാൻ, ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെയും മതസംവിധാനങ്ങളെയും നീക്കി നീതിയുള്ള ഭരണം നടത്തുവാൻ ദൈവാദി ദൈവം തൻ്റെ പ്രതിനിധിയായി ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കും. അവിടുന്ന് വന്ന് നീതിയുള്ള തൻ്റെ രാജ്യം സ്ഥാപിക്കും, ന്യായത്തോടുകൂടെ ഭരണം നടത്തും. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഈ മഹനീയമായ കാലയളവിൽ 1000 ആണ്ട് വാഴ്ചയിൽ നടപ്പിലാകും. അന്ന് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കും. 42-ാം അധ്യായം യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. ഒക്കെ വായിച്ചോ. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. എത്ര പ്രാവശ്യം ന്യായം, നീതി എന്നുള്ള വാക്കുകളായ വായിച്ച വാക്യങ്ങൾ കാണുന്നു. തുടങ്ങുന്ന ഇങ്ങനെ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന. ഇത് കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അത് ഈ ഭരണത്തോട് ബന്ധപ്പെട്ട് ഭാവി വരാൻ പോകുന്നു. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാലോ,
നമ്മളെയും കർത്താവ് രക്ഷിക്കല്ലയോ, നമ്മൾ അവൻ്റെ ദാസന്മാരും ദാസിമാരും അല്ലേ? ആ കരങ്ങൾ കൊണ്ട് നമ്മൾ താങ്ങപ്പെടുന്നുണ്ടോ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. അങ്ങനെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാൻ കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യശാലികളായിരുന്നില്ലയോ? നമ്മൾ ആരെങ്കിലുമൊക്കെ താങ്ങി നിർത്തുന്ന താങ്ങുകാരായിട്ട് നിൽക്കാതെ, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ വൃതൻ. വൃതൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ടവൻ എന്നൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ദൈവമക്കളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദൈവത്താൽ താങ്ങപ്പെടുന്നവർ, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നവർ, ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിക്കുന്നവർ, ദൈവമഹത്വത്തിനായി ജീവിക്കുന്നവർ. എൻ്റെ സഹോദരങ്ങളെ, നമുക്കങ്ങനെ ജീവിക്കാം. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമുക്കതിനായിട്ട് ഒരുങ്ങാം. യൗവനക്കാരെ, നമുക്ക് ഒറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. എല്ലാവർക്കും അത്രയേ ഉള്ളൂ. ആ ഉള്ള ജീവിതം കൊണ്ട് കർത്താവിനെ സേവിക്കാം. 2 ജീവിതം ജീവിച്ചാലും തികയാത്തത്രയും പ്രതിഫലങ്ങൾ നമുക്ക് തരാൻ കർത്താവിൻ്റെ പക്കലുണ്ട്. അതൊക്കെ നമുക്ക് സമൃദ്ധിയായി ലഭിക്കണമെങ്കിൽ ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് പരമാവധി ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, ഭക്തിയോടെ കർത്താവിനെ ആരാധിക്കണം, നന്ദിയോടെ അവിടുത്തെ സേവ ചെയ്യണം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. 1-2 വാക്യങ്ങൾ വായിച്ചാൽ ഭാഗം വിടാം. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 6-ാമത്തെ വചനം വായിച്ച്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവ നമ്മുടെ നീതി എന്ന് പേര് പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അവൻ്റെ കാലത്ത്, കർത്താവ് മശിഹ ഭൂമിയിൽ ഭരണം നടത്തുന്ന ആ കാലത്ത്, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ യഹോവ നമ്മുടെ നീതി എന്ന് ഏവരും സമ്മതിച്ചേറ്റ് പറയും. അന്ന് നീതിക്ക് ആർക്കും ഭംഗം വരികയില്ല, അനീതി ഉണ്ടാകുകയില്ല, അഴിമതികൾ ഉണ്ടാകുകയില്ല, അക്രമങ്ങൾ ഉണ്ടാകുകയില്ല. സമ്പൂർണ്ണ സുരക്ഷിതത്തിൻ്റെ കാലം. തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചതുപോലെ സ്വൈര്യനിവാസങ്ങളിലും നിർഭയ വസതികളിലും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലയളവ്. അതാണ് മശിഹ ഭരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് ആ ഭാഗം വിടാം. യെശയ്യാ പ്രവചനം യിരെമ്യാ പ്രവചനം തന്നെ 31-ാം അധ്യായത്തിൻ്റെ 23-ാം വചനം. 31-ാം അധ്യായം 23-ാം വചനം അരുളി ചെയ്യുന്നു. പറയും, നീതി നിവാസമേ, ശുദ്ധപർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും. നീതി വസിക്കുന്ന ഇടമായിട്ട് യെരുശലേം തലസ്ഥാനമൊക്കെയുള്ള ഭൂമിയിലെ ഭരണം അന്ന് സംഭവിക്കും, അന്ന് മാറും, ആയിത്തീരും എന്നാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അതിന് ശേഷം യെശയ്യാ 1:26 പറയുന്നത് യെരുശലേമിനെ നീതിപുരം എന്ന് വിളിക്കും. നീതിയുടെ വീട്, നീതിയുടെ സ്ഥലം എന്നർത്ഥം. അങ്ങനെ നീതിയുള്ള ഒരു ഭരണവും ഭരണകാലവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം രാജ്യസ്ഥാപനത്തോട് ബന്ധപ്പെട്ട് സംഭവിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ ഓർത്തതുപോലെ, ഒന്നാമത് സമാധാനത്തിൻ്റെ ഒരു കാലമായിരിക്കും. രണ്ടാമത് സാർവത്രിക നീതി, യൂണിവേഴ്സൽ ജസ്റ്റിസ്, സർവ്വഭൂമിയിലെ സകല ജനത്തിനും നീതി കിട്ടുന്ന ഒരു കാലയളവായിരിക്കും അത്. മൂന്നാമത്തെ കാര്യം വിശുദ്ധിയാണത്, ഹോളിനെസ്. കുറച്ചിടയിൽ മാത്രമല്ല, ഭൂമി മുഴുവൻ വിശുദ്ധമായ ഒരു സ്ഥലമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും. യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവ് 4:4. വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. അശുദ്ധനായ ഒരാളും കാണത്തില്ല. അതിൻ്റെ 2 മുതൽ വായിച്ചാൽ ഇത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം വാക്യത്തിൽ കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ പൂവുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിൻ്റെ രക്തപാതം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം, അതായത് 1000 ആണ്ട് വാഴ്ചയുടെ തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യമായത്. മഹത്വ പ്രത്യക്ഷതയിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധി കഴിഞ്ഞവരെ കൂട്ടിവരുത്തി ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ. അതിനുശേഷം എന്ത് സംഭവിക്കും? സിയോനിൽ മഞ്ചിയിരിക്കുന്നവരും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവരും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ള കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും ആരായിരിക്കും? വിശുദ്ധനായിരിക്കും. താഴോട്ട് ഇനി നമ്മൾ മറ്റു വലിയ വാക്യങ്ങൾ വായിക്കാനുണ്ട്. അപ്പോൾ അന്ന് അവിടെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ജനങ്ങൾ വിശുദ്ധന്മാരായിരിക്കും. അത് യഹൂദരായും ജാതികളുള്ളവരും ഒക്കെ. തേജസ്കരിക്കപ്പെട്ട വിശ്വാസികളുടെ കാര്യം എടുത്ത് പറയണ്ടല്ലോ. അവർ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്ന കാലമാണ്. യാതൊരു അശുദ്ധിയും അവിടെ ഉണ്ടാകുകയില്ല. കാരണം വിശുദ്ധനായ കർത്താവാണ് ഭരിക്കുന്നത്. ഇത് 1000 ആണ്ട് വാഴ്ചയിലല്ല, ഈ കാലത്ത് ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യമായിരുന്നു. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, ബാക്കി പറ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ എന്താ? ഒരേ മാനദണ്ഡം അല്ലയോ? ദൈവം എത്രയും വിശുദ്ധനാണോ അതേ അളവിൽ ദൈവമക്കളും വിശുദ്ധരാകണമെന്നല്ലേ എൻ്റെ അർത്ഥം. ഇസ്രായേലിന് അത് കഴിഞ്ഞില്ല. പോട്ടെ, ഇസ്രായേലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ കൃപായുഗമാണല്ലോ, സഭയുടെ കാലമാണല്ലോ. നമുക്ക് കഴിയുന്നുണ്ടോ ഈ വിശുദ്ധിയുടെ കാര്യത്തിൽ? എന്തെല്ലാം മേഖലയിൽ നമ്മൾ തോറ്റുപോയി. എത്രയോ പ്രാവശ്യം അശുദ്ധരായല്ലേ? അശുദ്ധരെന്ന് പറയണമെന്നാണ് വായിക്കുന്ന കുഷ്ഠരോഗിയെക്കുറിച്ച്, അല്ലേ? വാസ്തവത്തിൽ നമ്മൾ അതാ പറയേണ്ടത്.
പക്ഷെ പറയുമോ? നിവൃത്തിയുണ്ടേ പറയത്തില്ല. പറയണ്ട, ആ ബോധ്യം ഉണ്ടായാൽ മതി. എന്നിട്ട് കർത്താവിൻ്റെ മുമ്പാകെ സമ്മതിച്ചാൽ മതി. അയ്യോ കർത്താവെ, ഞാൻ അശുദ്ധനായ മനുഷ്യൻ. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യെശയ്യാവിന് സ്വർഗീയ ദർശനം ലഭിച്ചപ്പോൾ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് വായിക്കുന്നത്, അല്ലേ? കണ്ടപ്പോൾ പിന്നെന്തോ മനസ്സിലായത് എനിക്ക്? സാറാബുകൾ ചുറ്റും നിന്ന് ആരാധിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്നോട് എന്തോ പറയുന്നേ? ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യഹോവ പരിശുദ്ധൻ, അത് പറയുന്ന ഒരു പരിശുദ്ധൻ, ആ കാണുന്ന കാഴ്ചയും സ്ഥലവും സിംഹാസനവും എല്ലാം പരിശുദ്ധം. യെശയ്യാവ് അതെല്ലാം മേളിലോട്ട് നോക്കിക്കണ്ട, തന്നെ നോക്കിയപ്പോഴോ അയ്യോ അയ്യോ, ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യൻ, അശുദ്ധമായ ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. നമുക്കും അശുദ്ധി കൂടുതലുള്ള എവിടെയാണെന്നറിയാമോ? അധരത്തില്ല, അല്ലെങ്കിൽ നാക്കേല, ഇല്ലയോ? അതെന്നാ ഈ കുഴപ്പമെല്ലാം വരുന്നത്. ശരീരത്തെ നമുക്ക് തോപ്പിട്ടൊക്കെ കുളിച്ചൊക്കെ കുറേ കൂടെയൊക്കെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടൊക്കെ കുറേ കൂടെയൊക്കെ ക്ലീനാക്കി എടുക്കാം. എന്നാൽ നാക്കിനെ എന്തോ ചെയ്യും? ഏത് സോപ്പിട്ടാണ് നാക്ക് കഴുകുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച തീയാണ്, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. നാവിൻ്റെ നിയന്ത്രണമില്ലായ്മ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് പലപ്പോഴും നമ്മളെ അശുദ്ധരാക്കാറുണ്ട്. അത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാറുണ്ട്. അത് പൊറപ്പിക്കാൻ കഴിയാത്ത അകൽച്ചകൾക്ക് കാരണമായി തീരാറുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളായിട്ടുണ്ടാകുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നമുക്കിനി സൂക്ഷിക്കാം, നാവിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ദിവസം കൊണ്ടൊന്നും കഴിഞ്ഞില്ല എന്ന് വരാം, എന്നാൽ പല ദിവസങ്ങളാകുമ്പോൾ കഴിയും. നമ്മളതിനു വേണ്ടി കരുതി ഓരോ ദിവസവും മുന്നോട്ട് പോകാം. ഇടയ്ക്കൊന്ന് ഫെയിലായാലും അത് മാറ്റിവെച്ച് വീണ്ടും മുന്നോട്ട് ശ്രമിക്കുക. ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. യെശയ്യാവ് പറയുകയാണ്, അശുദ്ധമായ ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് തീർന്നില്ല, അശുദ്ധമായ ഒരു ജനത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് ആവശ്യം? ഈ പരിശുദ്ധ ദൈവത്തോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അശുദ്ധിക്ക് ഒരു പരിഹാരം വരണം. യെശയ്യാവ് അത് ഏറ്റുപറയുകയും ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ സാറാഫുകളിൽ ഒരുവൻ എന്ത് ചെയ്തു? യാഗപീഠത്തിൽ നിന്ന് ഒരു കുടലുകൊണ്ട് കനലെടുത്ത് യെശയ്യാവിൻ്റെ നാവിനെ തൊട്ടു, ടച്ച് ചെയ്തു. ഒരൊറ്റ ടച്ചിങ്, എന്തൊരു ക്ലെൻസിങ്ങാ! സകല അശുദ്ധിയും പോയി. ഇതുപോലൊരു കെമിക്കൽ വേറെ ഭൂമിയിലെങ്ങും ഇല്ല. യാഗപീഠത്തിലെ കനൽ, അതായത് യാഗമൃഗങ്ങൾ വെന്തെരിഞ്ഞ് ചാരമാകുന്ന യാഗപീഠം, ആ കത്തുന്ന കനൽ, അത് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള വേലയാണ് അവിടെ നടക്കുന്നത്, അല്ലെ ശുശ്രൂഷയാണ് യാഗപീഠത്തിന്മേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാഗമൃഗങ്ങളുടെ രക്തവും മാംസമൊക്കെ അവിടെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കാൽവറി യാഗത്തെയും ആ യാഗത്താൽ നമുക്ക് കിട്ടുന്ന ശുദ്ധീകരണത്തെയുമാണ്. വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ശകലം പാപം പോക്കി, ശകലം ഇല്ലയോ? ആണോ? സകല പാപവും പോക്കി, ഓൾ ദ സിൻസ്, സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഇത്രയും ശുദ്ധീകരണ ശക്തിയുള്ള വേറെ ഏത് സാധനമുണ്ട്? ഒരമ്പളവുമില്ല, ക്ഷാരവുമില്ല, ഒന്നുമില്ല, ഒരാശ്രയിനും കഴിയത്തില്ല. യേശുവിൻ്റെ രക്തം, ആ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധികളൊക്കെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയോടെ മുന്നോട്ട്. അപ്പോഴാണ് പുതിയ ദർശനവും പുതിയ കാഴ്ചപ്പാടും നിയോഗമൊക്കെ യെശയ്യാവിന് കിട്ടിയത്. നമുക്ക് അത്രയും വിശദീകരിക്കാൻ സമയമില്ല, മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് വിശുദ്ധമായ ഒരു കാലയളവായിരിക്കും. രാജാവ് വിശുദ്ധനാണ്, പ്രജകളും വിശുദ്ധരാണ്, രാജ്യവും വിശുദ്ധമായിരിക്കുമെന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചു. അന്ന് രാജവീതിയിലൂടെ പോകുമ്പോൾ രാജധാനിയിലേക്ക് വരുന്നവർ ഉണ്ടാകും. ഒരശുദ്ധനും അതിലൂടെ കടന്നു പോകില്ല. യെരുശലേമിലേക്ക്, അന്ന് ലോക തലസ്ഥാനമായതുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ രാജാവിനെ കാണാനും കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെ വരും. എന്തൊരു നല്ല മഹാഭാഗ്യമാണ് അതെന്ന് ഓർത്ത് നോക്കിയേ. മശീഹ രാജാവ് ഭൂമി ഭരിക്കുമ്പോൾ പ്രജകൾക്ക് ആർക്ക് വേണേലും, ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണേലും, യഹൂദനും ജാതിക്കും ഒക്കെ നേരിട്ട് പോയി കാണാനുള്ള അവസരമുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് പോയി കാണാൻ പറ്റും. എന്തിനാ പ്രധാനമന്ത്രി കലക്ടറെ ഒന്ന് പോയി കാണാൻ അതൊരു എളുപ്പമാണ്. ആരുടെയൊക്കെ കാലേ കയ്യെ പിടിച്ചാൽ വെക്കും. അങ്ങനെയാണെങ്കിൽ സർവ്വലോകത്തിൻ്റെയും അധിപതിയായി ഭൂലോകത്തെ മുഴുവൻ നീതിയോടെ വാഴുന്ന ന്യായാധിപനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി വാഴുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള അവസരം എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അന്ന് അവർ കടന്നു പോകുന്ന വഴി യെരുശലേമിലേക്കുള്ള പാത, രാജപാത എന്ന് പറയും, നാഷണൽ ഹൈവേ. അതെന്താ അതിൻ്റെ പേര്? NH എന്ന് മാത്രമല്ല, പിന്നെന്താ പറയുന്നത്? വായിച്ചെടുത്ത് പറഞ്ഞു, വിശുദ്ധ വഴി, ഹോളി വേ, വിശുദ്ധ വഴി എന്നാണ് അതിൻ്റെ പേര്. പിന്നെന്താ എഴുതിയേക്കുന്നത്? അടുത്ത വാചകം നോക്കി, ഒരൊറ്റ അശുദ്ധനും അതിലെ എന്ന് പറഞ്ഞാൽ അശുദ്ധന്മാരൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളതെല്ലാം വിശുദ്ധന്മാരാണ്, വിശുദ്ധ വഴിയിലൂടെ നടക്കുന്ന വിശുദ്ധന്മാർ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നല്ലേ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചേ. ആത്മീയാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ വിശുദ്ധിയുടെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? ഒരശുദ്ധനും അവിടെ വരത്തില്ലെന്നാണ് പറഞ്ഞത്. പുതിയ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോഴും അതുകൊണ്ട് വെളിപ്പാട് 21-22 എഴുതിയിട്ടുണ്ട്, യാതൊരു അശുദ്ധനും അവിടെ ഉണ്ടാകില്ല, വരികയില്ല. വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അത് ഓർപ്പിക്കുന്നത്.
അപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന മശിഹാ രാജ്യത്തിലെ ആ വിശുദ്ധമായ വാഴ്ചയിൽ പങ്കാളികളാകേണ്ടവരാ നമ്മൾ, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഉണ്ടോ? വിശുദ്ധിയുടെ അളവ് കൂടിക്കൂടി വരികയാണോ? ഒരു ഭക്തൻ പാടിയിട്ടുണ്ടല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. ആന്നോ? ഒരുങ്ങി നിൽക്കാമെന്നോ? വിശുദ്ധിയൊക്കെ തികച്ചേ റെഡിയായിട്ടിരിക്കാമെന്നോ? നമുക്ക് ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിന് താമസം ഏറെയില്ല. വിശുദ്ധനായ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് വിശുദ്ധരായിട്ട് ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1000 ആണ്ട് വാഴ്ചയുടെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ആ കാര്യം. ഇങ്ങനെ ഈ ഒരശുദ്ധനുമില്ലാത്തവണ്ണം വിശുദ്ധമായ ഒരു ജനക്കൂട്ടമായിട്ട് അത് മാറാനുള്ള കാരണം വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം ഇസ്രായേലിന്റെ കൂട്ടിച്ചേർപ്പിനെ കുറിച്ച് അറിയാം, രാജ്യസ്ഥാപനത്തിന് തൊട്ട് മുമ്പ്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും എന്ന് പറഞ്ഞാൽ ഹോളി പീപ്പിളായിട്ട് മാറും, വിശുദ്ധരായിട്ട് മാറും. പിന്നെ നിങ്ങളുടെ സകല മലിനതകളും സകല വിഗ്രഹങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹാരാധനയാണ് ഏറ്റവും സീരിയസ് ആയ കാര്യം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം മാറ്റി ഞാൻ നിങ്ങളെ എങ്ങനെ ആക്കും? നിർമ്മലരാക്കും, ഹോളി പീപ്പിളാക്കും. പഴയ നിയമകാലത്തും ഇസ്രായേലിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത വർഗമായിരിക്കുമെന്നാണ്. പക്ഷെ അവർക്കത് പറ്റിയില്ല. അതുകൊണ്ട് ലേവി ഗോത്രത്തെ മാത്രം പൗരോഹിത്യത്തിന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവർക്കും ലിമിറ്റ് ഉണ്ടായിരുന്നു ദൈവസന്നിധിയിൽ വരുന്നതിനൊക്കെ. സഭയെ തിരഞ്ഞെടുത്തപ്പോഴോ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുക. വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമാണെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് അല്ലേ? അപ്പോൾ 2 കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട്. ഏതാ? വിശുദ്ധിയും രാജ്യത്വവും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഒന്നും അകലെ നിൽക്കുന്നതല്ല, രണ്ടിനോടും പരസ്പര ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനോട് കുറിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, നിർമ്മല ജലം തളിക്കും, നിങ്ങളുടെ അശുദ്ധികളെല്ലാം മാറ്റും. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് നടക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ കൂട്ടിച്ചേർപ്പും അവരുടെ ശുദ്ധീകരണവും അതിനുശേഷമാണ് രാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കും. അതുകൊണ്ടാണ് ഈ വിശുദ്ധ വഴി കൂടെ വരുമ്പോൾ അശുദ്ധനൊന്നും അവിടെ ഇല്ലാതെ. നേരത്തെ തന്നെ അശുദ്ധന്മാരെ എല്ലാം നീക്കി വിശുദ്ധീകരിക്കേണ്ടവരൊക്കെ വിശുദ്ധീകരിച്ച് ക്രമീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഭക്തനും പാടിയത്, വിശുദ്ധിയെ തികച്ചു നാം. നമുക്ക് വിശുദ്ധി ഇല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ഉണ്ട്, പോരാ. ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ മേഖലകൾ, ഹൃദയത്തിൻ്റെ ഉള്ളറകൾ, ജീവിതത്തിൻ്റെ ഇതര മണ്ഡലങ്ങൾ, അവിടെ എല്ലാം വിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്കിടയാകണം. വി ആർ എ ഹോളി പീപ്പിൾ. വിശുദ്ധ ജനമാണ് നമ്മൾ. മറ്റു ജനങ്ങളെപ്പോലല്ല, അന്യജനങ്ങളെപ്പോലല്ല, ലോകജനങ്ങളെപ്പോലെ അല്ല. നമ്മൾ വിശുദ്ധ ജനമാണെന്ന് നമ്മളല്ല പറയേണ്ടത്, നമ്മളെ കാണുന്നവർക്ക് ബോധ്യമാണ്. നമ്മൾ സെപ്പറേറ്റഡ് പീപ്പിളാണ്, വേർപാടുകാരാണ്. വേർപാടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൻ്റെ പേരല്ല, നമ്മുടെ അനുഭവത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ പേരായിട്ട് മാറണം. നമ്മളെ കാണുന്നവർ നമ്മൾ വേർപെട്ടവരായിരിക്കണം, ദൈവത്തിൻ്റെ ജനമായിരിക്കണം. ഇവർ നമ്മളെപ്പോലല്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിൽ തോന്നണം. ഇവർ വേറെ ജനമായി, ദൈവത്തിൻ്റെ ജനമായി, ഇവർ വിശ്വാസികളാണ്, ഇവർ ക്രിസ്ത്യാനികളാണ്, ഇവർ ബൈബിൾ വിശ്വസിക്കുന്നവരാണ്, ഇവർ യേശുവിൻ്റെ ആൾക്കാരാണ് എന്ന് തോന്നണം. മഹാപുരോഹിതൻ്റെ വീട്ടിൽ വെച്ചേ പത്രോസിനെ കുറിച്ച് എന്നാ പറഞ്ഞാൽ മതി, ഇവനും ആരാ? യേശുവിനോട് കൂടെ ഉള്ളവനാണെന്നാണ് പറഞ്ഞത്, അല്ലയോ? നമ്മുടെ പള്ളിയിലെ ആണെന്നല്ല പറഞ്ഞത്, ആന്നോ? അല്ല, അവനും യേശുവിൻ്റെ കൂടെ ഉള്ളവനാണ്. പത്രോസ് അല്ലെന്നൊക്കെ തള്ളി പറഞ്ഞെങ്കിലും പറഞ്ഞ് നിൻ്റെ വാക്ക് കേട്ട, നിൻ്റെ സംസ്കാരം കേട്ടാൽ അറിയാം, നിൻ്റെ ഭാഷ കേട്ടാൽ അറിയാം. നമ്മളാരാണെന്നുള്ളത് നമ്മുടെ ഇടപാടുകളിലൂടെ മറ്റുള്ളവർക്ക് അറിയാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാ, പ്രകൃതികാരാ, ദൈവമക്കളൊക്കെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. നമ്മളിതൊന്നും പറയണ്ട. അല്ലാതെ നമ്മളാരാണെന്ന് ശരിക്കും നമ്മളെ കാണുന്ന, നമ്മൾ ദിവസവും പരിചയപ്പെടുന്ന, സംസാരിക്കുന്ന, പോവുകയും വരികയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നമ്മളെ അറിയാം. അവരുടെ മുമ്പാകെ ഈ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധജനമായിരിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഓർത്ത് സ്തോത്രം. സക്രിയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ച്. ആ കാലത്ത് സാർവത്രികമായിട്ട് കാണാൻ കഴിയുന്ന ഒരു മേലെഴുത്ത് അല്ലെങ്കിൽ ഒരു പ്രയോഗം. സക്രിയാവ് 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെരുശലേമിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുക. യെരുശലേം ക്യാപിറ്റലാണത്, തലസ്ഥാന നഗരമാണ്. സത്യനഗരമെന്നും വിശുദ്ധപർവ്വതമെന്നും പേര് പറയും. സത്യത്തിനും വിശുദ്ധിക്കും അവിടെ കാണുന്ന പ്രാധാന്യം കണ്ടോ? ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. 8-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം കൂടെ വായിക്കും. സക്രിയാവ് തന്നെ 14:20 മറ്റൊരു പ്രയോഗം അവിടെ കാണാം. യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും, ഹോളി ആൻഡ് ടു ഗോഡ്. എല്ലായിടത്തും കാണുന്നത് യഹോവയ്ക്ക്
വിശുദ്ധം. നമ്മളും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് അല്ലേ? അതിനായിട്ട് തിരഞ്ഞെടുത്തവരാ ആണോ? അങ്ങനെയാണോ? അന്നാളിൽ അങ്ങനെ എഴുതിയിരിക്കുമെന്ന ആ എഴുത്ത് എവിടെയും കാണാം. നമ്മൾ ഈ വാക്യ ബോർഡൊക്കെ എഴുതി നോക്കിയല്ല, അതേപോലെ യഹോവയ്ക്ക് വിശുദ്ധം, യഹോവയ്ക്ക് വിശുദ്ധം, കുതിരകളുടെ മണികളിന്മേലും അത് എഴുതിയിരിക്കും എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. സത്യനഗരമെന്നും വിശുദ്ധ നഗരമെന്നും യെരൂശലേമിന് പേരുണ്ടാകും. ഇനി ഏതായാലും വിശുദ്ധ നഗരം ഭൂമിയിലുണ്ടോ? എവിടെ ചെന്നാലും അശുദ്ധിയാണ് കാണുന്നത്. ചെരിപ്പൂരി ഇട്ടേച്ചൊക്കെയാണ് പല സ്ഥലത്തും പ്രാർത്ഥിക്കാനൊക്കെ ആളുകൾ കയറി ചെല്ലുന്നത്. അത് ഒരു ഭക്തിയുടെയൊക്കെ പ്രകടനമാണ്, വിശുദ്ധിയുടെ ഒരു അടയാളമാണ്. പക്ഷെ വെറുതെയാണ്. അവിടെ ഈ പറയുന്ന വിശുദ്ധിയൊന്നുമില്ല. ആന്തരികമാണ് വിശുദ്ധിയുടെ ഉത്ഭവം. ഉള്ളിലില്ലാത്ത വിശുദ്ധി ബാഹ്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യമൊന്നും ഇല്ല. ഉള്ളിൽ ആദ്യം വിശുദ്ധി ഉണ്ടാകും. അകത്തു നിന്ന് വിശുദ്ധി, ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കും ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്കും അത് വ്യാപരിക്കണം. അതാണ് വിശുദ്ധിയുടെ ശരിയായ മാനദണ്ഡം. പരിശുദ്ധനായ ദൈവത്തെ ഇങ്ങനെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ വിശുദ്ധജനമായി തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആ കൃപയിൽ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹോവയ്ക്ക് വിശുദ്ധം. അന്ന് 1000 ആണ്ടുവാഴ്ചയിൽ രാജാതിരാജാവ് വിശുദ്ധനാണ്, രാജാവിൻ്റെ ദേശം വിശുദ്ധമാണ്, ജനങ്ങളും വിശുദ്ധരാണ്. യാതൊരു അശുദ്ധനും അവിടെ ഉണ്ടാകുകയില്ല. വിശുദ്ധ ദൈവാധിപത്യത്തിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. ഭൂമിയിലെല്ലാം അന്ന്. ഇന്നത്തെ ഭൂമിയോ എവിടെ നോക്കിയാലും അശുദ്ധിയാണ്, മലിനമാണ്. പൊള്യൂഷൻ എന്നാണ് വിളിക്കുന്നില്ലേ? അന്തരീക്ഷം വിഷവാതകമാണ് മുഴുവൻ. വെള്ളമുണ്ട്, പക്ഷെ കുടിക്കണമെങ്കിൽ ഇത് കുടിച്ചാൽ ചത്തുപോകും. ആ കണ്ടീഷനിലായിരിക്കണം. എല്ലാ രോഗാണുക്കളെ കൊണ്ടും വിഷവാതകങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഭൂമിയോ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങൾ കൊണ്ട് ഒരു കുപ്പത്തൊട്ടിലായിട്ട് മാറി. തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ വല്ലതും ആയിരുന്നു? എത്ര മനോഹരമായിരുന്നല്ലേ? ആദാമിൻ്റെ കാലത്ത്, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ഒരു 100 കൊല്ലത്തിനുള്ളിലാണ് ഇപ്പോഴത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഭൂമി ഇത്രത്തോളം മലിനമായത് അല്ലേ? കരയും കടലും ആകാശവും മലിനമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രോഗങ്ങളും ഈ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ മനുഷ്യന് ആരോഗ്യത്തോടും സൗഖ്യത്തോടും ജീവിക്കാൻ കഴിയാത്തതിൻ്റെ മുഖ്യ കാരണം ഇതാ. മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന മലിനീകരണം. എന്നാൽ കർത്താവിൻ്റെ രാജ്യം, യേശു ഭൂമിയെ ഭരിക്കുന്ന സഹസ്രാബ്ദ ഭരണകാലം, ഭൂമി വിശുദ്ധമായിരിക്കും. ഭൂമി മാത്രമല്ല, ആകാശമണ്ഡലം അതിനോട് ചേർന്ന് എല്ലാം വരും. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കതേക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അന്ന് ഭൂമി ഈ വിശുദ്ധി ഉള്ള ഒരു ഭരണകാലം മാത്രമായിരിക്കും എന്നല്ല, അതോടൊപ്പം തന്നെ അനവധി മറ്റു കാര്യങ്ങളും കാണാനായിരിക്കും. ആ കാലത്തെ മനുഷ്യൻ്റെ സ്ഥിതി, ആരോഗ്യസ്ഥിതി, ഭൗതിക സ്ഥിതി. മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളെയല്ല ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മൾ തേജസ്കരിക്കപ്പെട്ടവരാണ്. നമുക്ക് പിന്നെ അങ്ങനെ ഉള്ള സാധാരണ ജഡശരീരത്തിലുള്ളവരെ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ തേജസ്കരിക്കപ്പെടാത്ത ഇസ്രായേലിയരും ജാതികളുമുണ്ട്. 2 കൂട്ടം ആളുകളും അന്നുണ്ടായിരിക്കും. അത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. മത്തായി 25-ാം അധ്യായത്തിൽ പറയുന്നത് തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം വലത്ത് ഉള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് അതാരാ? യഹൂദന്മാരല്ല, ഇസ്രായേലിയരല്ലാത്ത മറ്റു ലോകജാതികൾ. അവർ ഇത് നമുക്കുള്ളതുപോലുള്ള ഈ മാംസശരീരത്തോടുകൂടെയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിയരും ആ ചെറിയ സഹോദരന്മാരെന്ന് പറഞ്ഞു, അവരും സാധാരണ നമുക്കിപ്പോൾ ഉള്ളതുപോലുള്ള ശരീരത്തോടുകൂടിയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട സഭയ്ക്ക് അത് ബാധകമല്ല. എന്നാൽ അന്ന് ആരോഗ്യമൊക്കെ ആവശ്യമുള്ളത് ഈ പറഞ്ഞ 2 കൂട്ടർക്കായിരിക്കും. അതേക്കുറിച്ച് എന്താ വചനം പറയുന്നത്? മാലാഖി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന വചനമാണിത്. മാലാഖി 4:2. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകൻ അന്നത്തെ ജൈവജനമായ ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകളാണിത്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് മടങ്ങി വന്ന് രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പം എല്ലാവർക്കും രോഗശാന്തി. രോഗികൾ പിന്നെ അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞാൽ ആശുപത്രി എല്ലാം പൂട്ടിപ്പോകും. ഇന്നത്തെ മൾട്ടി നാഷണൽ ആശുപത്രികളൊക്കെ പൂട്ടിപ്പോകും. നേഴ്സായിട്ടും ഡോക്ടറായിട്ടും ഒന്നും ഒരു ജോലിയും കിട്ടത്തില്ല. ഇന്ന് നല്ല ശമ്പളം കിട്ടുന്ന പണിയാത്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഈ പ്രസ്ഥാനമില്ല. അതുകൊണ്ട് അന്ന് പിന്നെ നേഴ്സിംഗ് പഠിക്കലും MBBS പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇപ്പോൾ കേട്ടോ, ഇപ്പോൾ ആരും പോകാതിരിക്കല്ല, നന്നായിട്ട് പഠിച്ചോണം. കുറച്ച് കാലത്തെ കൂടി ഇത് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവ് വരെ മഹോദരവത്തെ കാലത്തും ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മളിവിടെ കാണത്തില്ലല്ലോ. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഈ പറഞ്ഞ സംഗതിയൊന്നും ഇല്ല. കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞത് സമാധാനം വരും, യുദ്ധമില്ലാതാകും, വിദ്യാഭ്യാസം നിർത്തും, മിലിറ്ററി ട്രെയിനിങ്ങേ. ഇന്ന് ആർമിയിലും എയർഫോഴ്സിലും ഒന്നും ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ട് പട്ടാളം ഒന്നും ഉണ്ടാകത്തില്ല. ആ ട്രെയിനിങ്ങും അന്ന് നിൽക്കും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിർത്തി വരിക. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. അപ്പോൾ അന്ന് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിയുടെ രഹസ്യം കർത്താവിൻ്റെ വരവോടുകൂടെ തേജസ്കരിക്കപ്പെടുന്ന വിശ്വാസികളല്ലാതെ ഭൂമിയിൽ അക്ഷരിക ശരീരത്തിലുള്ളവർക്കും ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഇച്ചിരി വിശദമായിട്ട് യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. യെശയ്യാവ് 35-ന്റെ 3 മുതൽ 6 വരെ.
അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെവിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ സംസാരിക്കാൻ വയ്യാതെ ഉല്ലസിച്ച് ഘോഷിക്കും. മതി. അവിടെ ഇത് കണ്ടോ, മനുഷ്യൻ്റെ ഇന്നത്തെ അംഗവൈകല്യങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ആളിന് ജീവനുണ്ടെങ്കിലും ചിലർക്ക് കണ്ണ് കാണത്തില്ല, ചിലർക്ക് ചെവി കേൾക്കുകയില്ല, ചിലർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് നടക്കാൻ വയ്യ, മുടന്ത, ഇങ്ങനെ എന്തെല്ലാം അംഗവൈകല്യങ്ങളില്ലേ. അംഗപരിമിതരെന്നാണ് ഈ കാലത്ത് അവരെ വിളിക്കുന്നത്. എന്ത് പറഞ്ഞാലും സംഭവമെല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ. അതിന് മേളത്തെ വാചകത്തിൽ എന്താ പറഞ്ഞിരുന്നത്? ആദ്യം നമ്മൾ വായിക്കുക എന്താ? അന്ന് 3-ാം വാക്യത്തിൽ കണ്ടത് തളർന്ന കൈകൾ, പക്ഷവാതം പോലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിലുമുണ്ട്. അതെന്താ പറഞ്ഞേക്കുന്നത്? അത് കാലിൻ്റെ കാര്യം. അടുത്തത് മനോഭീതി, അത് മാനസിക രോഗങ്ങളാണ്, സൈക്കാട്രിക് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്നുണ്ട് ഇല്ലയോ? അന്ന് ഈ പറഞ്ഞ ഒന്നുമില്ല. അപ്പം നമ്മുടെ TMM-ലൊന്നും അന്ന് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റെല്ലാം ഓഫാക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രോഗികളുണ്ടെങ്കിലല്ലേ ആശുപത്രി നടത്താൻ പറ്റുള്ളൂ. രോഗികളാരുമില്ല, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ രോഗശാന്തിക്കാരുടെ ശുശ്രൂഷ പോലല്ല. എന്തൊരു മാറ്റമായിരിക്കും ഭൂമിയിൽ വരുന്നത്. മനുഷ്യൻ ദീർഘായുസ്സുള്ളവരും ആരോഗ്യമുള്ളവരുമായിട്ട് മാറുമ്പോൾ രോഗങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോവും. ഊമനില്ല, മുടന്തനില്ല, കുരുടനില്ല, അംഗവൈകല്യങ്ങളുള്ളവരല്ല, എല്ലാവരും പൂർണ്ണാംഗങ്ങളോടുകൂടി ആരോഗ്യവാന്മാരായ ജനങ്ങളായിരിക്കും. ഇന്നങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നില്ലേ? ഇപ്പം അങ്ങനെ എങ്ങാനും ആയി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. പക്ഷെ ഇപ്പം ദൈവം അത് അനുവദിച്ചിട്ടില്ല. ഈ പരിമിതികളോടുകൂടെ തന്നെ ജീവിക്കാനാണ് ഇപ്പം നമുക്ക് അവസരം തന്നിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ അങ്ങ് മാറും. നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ ഈ സങ്കടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുവാൻ കാരണമാണെന്ന്. എപ്പോഴത്? നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ, ആകാശമേഘങ്ങളിൽ കാഹളധ്വനിയോടുകൂടെ കർത്താവ് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ, സഭയെ ചേർക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. നമ്മൾ കർത്താവിനോടുകൂടെ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. പിന്നെ നമുക്ക് മുട്ടുവേദനയും കാലുവേദനയും തലവേദനയും ഒന്നും വരത്തില്ല, ഒരു വേദനയും വരത്തില്ല. പുനരുത്ഥാന ശരീരത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഈ വാർദ്ധക്യത്തിലെ ബലഹീന ശരീരത്തിലൊന്നും അല്ല വരാൻ പോകുന്നത്, തേജസ്സേറിയ പുത്തൻ ശരീരത്തിലാണ്. മുടന്തന്മാർ മുടന്തനായിട്ടല്ലോ ഉയർത്തെഴുന്നേക്കുന്നത്. ചെവി കേൾക്കാത്തവനും കാല് വയ്യാത്തവനും ആ രൂപത്തിലല്ല വരുന്നത്. യാതൊരു അംഗഭംഗവുമില്ലാത്ത തേജസ്സിൻ്റെ പരിപൂർണതയിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ അതുവരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ, അഥവാ നമ്മുടെ ശരീരമരണം വരെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. അതൊക്കെ തൽക്കാലത്തേക്ക് ഉള്ളതെന്ന് ഓർത്ത് സമാധാനത്തിൽ പ്രത്യാശയോടെ ജീവിക്കാം. കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട മഹത്വപൂർണ്ണമായ ഒരു കാലം വരും. അന്ന് മനുഷ്യരെല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കും. ഇതിനെ ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്ന മറ്റൊരു വാചനം യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 33:24. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയത്തില്ല. ഇപ്പം ആരോട് എന്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം സുഖമാണെന്നേ പറയാൻ ഒക്കൂ. നല്ല സുഖമാണോ? അല്ല, എന്തെല്ലാം പ്രശ്നം അതെല്ലാം ഇപ്പം നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ നമ്മളങ്ങ് പറയണമെന്നേ ഉള്ളൂ. എന്നാൽ അന്നെങ്ങനാ എനിക്ക് ദീനമെന്ന്, ഞാൻ പേഷ്യൻ്റാണെന്ന് ഒരാളും പറയത്തില്ല, ഞാൻ രോഗിയാണെന്ന് ആരും പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ രോഗമുണ്ടല്ല പറയാൻ ഒക്കൂ. രോഗമില്ലാത്ത ആളുടെ രോഗിയാണെന്ന് പറയാൻ ഒക്കൂ. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവായിരിക്കും അല്ലേ. എനിക്ക് ദീനമെന്ന് ഒരു നിവാസിയും പറയുകയില്ല. മിശിഹാ രാജാവിൻ്റെ മഹോന്നതമായ ഭരണകാലം, ഇങ്ങനെ ഒരു സുവർണയുഗം ഈ ലോകത്തിൽ വരാനായിട്ട് പോവുകയാണ്. നെബൂഖദ്നേസർ തൊട്ട് എത്രയോ ജാതീയ രാജാക്കന്മാർ സർവാധികാരത്തോടെ ഈ ഭൂമിയെ ഭരിച്ചു. ആ 4 ലോക സാമ്രാജ്യങ്ങളുടെ പ്രവചന സാമ്രാജ്യങ്ങളുടെ കാലം കഴിഞ്ഞ് മറ്റേ ആധുനിക രാജ്യങ്ങൾ എത്രയെല്ലാം ഉണ്ടായി. എത്രയോ ശക്തന്മാരായ രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ലോകത്തെ ഭരിച്ചു. ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ലോകം ഇന്നും സംഘർഷാവസ്ഥയിൽ തുടരുകയാണ്. എന്നാൽ ഇതിനെല്ലാം അറുതി വരുത്തുവാൻ രാജാതിരാജാവ് തൻ്റെ എല്ലാ മഹത്വത്തോടും പ്രതാപത്തോടും കൂടെ മടങ്ങി വരും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുന്നത് പോലെ മനുഷ്യന് മറ്റുണ്ടാകാൻ പോകുന്ന മറ്റൊരു നേട്ടം യെശയ്യാപ്രവചനം 65-ാം അധ്യായം 20-ാം വാക്യം. 65-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? മനുഷ്യരെല്ലാം ദീർഘായുസ്സുള്ളവരായിട്ട് മാറും. കുട്ടിയുടെ പ്രായം, കുഞ്ഞിൻ്റെ പ്രായം എത്ര? 100 years ഓൾഡ് ബോയ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ അയാൾ? 100 വയസ്സെന്ന് പറഞ്ഞാൽ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അങ്ങേ ടോപ്പാണ്. അന്ന് കൊച്ചു പിള്ളേരുടെ വയസ്സെത്ര? കുഞ്ഞിൻ്റെ പ്രായം 100 വയസ്സുണ്ടോ? 100 വയസ്സ് അയ്യോ കുഞ്ഞാന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ചിലരും കുഞ്ഞാന്നും
കൊച്ചെന്നൊക്കെ വിളിക്കും, പ്രായമുള്ളവരെ കൊച്ചിലെ അങ്ങ് വിളിച്ച് പോയോണ്ട് അങ്ങനെ അങ്ങ് വിളിക്കുന്നതേ ഉള്ളൂ വയസ്സായിട്ട്. അതല്ല, 100 വയസ്സുള്ള ബാലനെന്നാണ് എഴുതിയിരിക്കുന്നത്, ബാല്യക്കാരൻ്റെ പ്രായം. അപ്പോൾ വൃദ്ധൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? മിനിമം 1000 രൂപ എന്ന് പറഞ്ഞാൽ വൃദ്ധനല്ല, ആരോഗ്യപൂർണ്ണമായ മനുഷ്യൻ്റെ കാലയളവ്, 1000 years പീരീഡ്, 1000 ആണ്ട് വാഴ്ചയുടെ കാലയളവ്. അന്ന് മനുഷ്യന്മാരെല്ലാം ദീർഘായുസുള്ളവരായിരിക്കും. ഒരു വാക്യം കൂടെ വായിക്കുക, അതേ അധ്യായം തന്നെ, 65-ന്റെ 22-ാമത്തെ വചനം. ആ ആ ഇല്ല, ആ എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും. വൃക്ഷത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മരത്തിന് എത്ര വർഷം ആയുസ്? അതിന് ആയുർവേദമൊക്കെ പഠിക്കണം, അത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല, അത് ഇന്ത്യയിലെ വേറെ ശാസ്ത്രമാണ്, അത് പറയാൻ നമുക്ക് നേരമില്ലല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഒലിവുമലയിൽ അനേക പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് ആ ഒലിവുമലയിൽ കർത്താവിൻ്റെ ജീവിതകാലത്തിന് വളരെ മുമ്പ് പഴക്കമുള്ള 2000, 2500, 3000-ഓളം വരെ വർഷങ്ങൾ പഴക്കമുള്ള ഒലിവുമരങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് കണ്ടുപിടുത്തം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതും അത് സ്ഥിരീകരിച്ചിട്ടുള്ളതുമായ വസ്തുതയാണ്. ഇസ്രായേൽ പോയിട്ടുള്ളവർക്ക് ആ കാര്യം അറിയാം. അപ്പോൾ 2000-ഉം അതിലധികവും വർഷങ്ങളൊക്കെ മരത്തിന് ആയുസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഇത്ര ലോങ് പീരീഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ്. ഇന്ന് 80 ആയുസ് 100 120 ഒക്കെ ശാസ്ത്രം വളരെ പാടുപെടുക. അതൊരു 140 ആക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയോടെക്നോളജിയിൽ അതിനൊക്കെ പരിശ്രമങ്ങളൊക്കെ നടക്കുക. അത് കുറേയൊക്കെ ജയിക്കും, കുറേയൊക്കെ തോക്കും. മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയല്ലേ, അതിനൊരു ലിമിറ്റുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാലയളവ്, ദീർഘായുസോടെ ഇരിക്കുന്ന കാലയളവ്. വൃദ്ധനും ബാലനും എല്ലാം ആയുസോടെ ഇരിക്കും. അന്ന് ദീർഘായുസ് ഉണ്ടെങ്കിലും മരണമുണ്ടായിരിക്കും, അപൂർവമായിട്ട് മാത്രം. മരണമില്ലാത്ത ഒരു കാലമല്ല. മരണമില്ലാത്ത കാലം ആദ്യം ഞാൻ പറഞ്ഞ പുതുവാന ഭൂമിയെക്കുറിച്ച് പറയുമ്പോഴാണ്, നീതി വസിക്കുന്ന പുതിയ ആകാശഭൂമിയിലേക്ക്. അവിടെ ഇനി മരണമില്ല, ഇനി രോഗമില്ല, ഇനി ദുഃഖമില്ല, യാതൊരു കഷ്ടവും മുറവിളിയുമില്ല എന്നാണ്. അതാണ് സമ്പൂർണ്ണ യുഗം, അതാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ 1000 ആണ്ട് വാഴ്ച അതിൻ്റെ ഒരു സാമ്പിളായതുകൊണ്ട് ആ കാലത്തും ദീർഘായുസോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, നീതിയോടെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ജനത്തിനിടയായിത്തീരും. കാരണം പരിശുദ്ധനായ ദൈവമാണ് അന്ന് ഭൂമിയെ വാഴുന്നത്. ആ വാഴ്ചയിൽ പങ്കാളികളാകുവാനാണ് നമ്മളെ രക്ഷിച്ച് രാജാതിരാജാവിൻ്റെ പ്രജകളാക്കി മാറ്റിയിരിക്കുന്നത്. ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതുവരെയും നമ്മുടെ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യാം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.